അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് വാർ എന്നുള്ളത് ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റിൽ സാധ്യമാവുന്ന ഒരു കാര്യമാണോ? അതിനപ്പുറത്ത് കുറെ കൂടി ടാർഗറ്റഡ് ആയിട്ട് ഇവിടെ ലഷ്കർ ഇ തോയ്ബയാണ് പ്രധാനമായി ഈ ആക്രമണത്തിന് പിന്നിൽ അതിന് നല്ല ബോധ്യമുണ്ട് അക്കാര്യത്തിൽ. അപ്പോൾ ഈ പറഞ്ഞ ലഷ്കർ ഇ തോയ്ബയെയും അതിൻ്റെ ഓഫ് ഷൂട്ട് സംഘടനകളെയും ടാർഗറ്റ് ചെയ്യുക, കുറെ കൂടി സ്പെസിഫിക് ആയി അതിലേക്ക് പോവുക എന്നുള്ളതായിരിക്കുമോ സ്വീകരിക്കാൻ സാധ്യതയുള്ള സ്ട്രാറ്റജി? ശ്രീ അഭിലാഷ്, അങ്ങനെ തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്ന സ്ട്രാറ്റജി. ഒരു ഫുൾ സ്കെയിൽ യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത ആസ് ഓഫ് നൗ നമുക്ക് തോന്നുന്നത് വളരെ വളരെ കുറവാണ്. കാരണം അങ്ങനെ പോയോണ്ട് പാകിസ്ഥാന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. കാരണം ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ഇഷ്യൂവും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഇഷ്യൂവും രണ്ട് കണ്ടെക്സ്റ്റ് ആണ്. കുറേയൊക്കെ സിമിലാരിറ്റീസ് ഉണ്ടെങ്കിലും പക്ഷെ നമുക്ക് രണ്ടും അങ്ങനത്തെ രീതിയിലുള്ള ഒരു കമ്പാരിസൺ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഭാരതത്തിന്റെ ഒരു ഫുൾ സ്കെയിൽ വാർ അല്ലെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് പോകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. പക്ഷേ ഇതിന്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എസ്കലേഷൻ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഈ എസ്കലേറ്ററി ലാഡർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പോൾ നമ്മൾ ഒരെണ്ണം എസ്കലേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പാകിസ്ഥാൻ തിരിച്ച് അവരും എസ്കലേഷൻ ചെയ്യും. അങ്ങനെ എസ്കലേഷൻ ചെയ്ത് ചിലപ്പോൾ നമ്മൾ രണ്ട് രാജ്യങ്ങളും ആഗ്രഹിക്കാതെ തന്നെ ചിലപ്പം യുദ്ധങ്ങളിലൊക്കെ പോകുന്ന പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വിഷയങ്ങളിൽ കൃത്യമായിട്ട് നമുക്കൊരു ഇന്ന നടക്കത്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ ഒരു അസസ്മെന്റിൽ ഭാരതത്തിന് ഈ ഓപ്ഷൻസ് ഷോർട്ട് ഓഫ് വാർ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരു ഫുൾ സ്കെയിൽ വാറിൽ പോവാതെ അതിന് താഴെ നിൽക്കുന്ന പല ഓപ്ഷൻസ് ഉണ്ട്. അത് തന്നെയാണ് നമ്മൾ ഈ ബാലക്കോട്ടിലും കണ്ടത്, അതുപോലെ തന്നെ നമുക്ക് ഉരിയിലും കണ്ടത്, അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ഉള്ളിലും പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്ന ഒരു മൊത്തത്തിലുള്ള ഒരു വാറിന് പകരം മറ്റ് പല ഓപ്ഷൻസ് ആയിരിക്കും തിരഞ്ഞെടുക്കുന്ന ആണ് എനിക്ക് തോന്നുന്നു ആസ് ഓഫ് നോ. ബട്ട് ഫൈനൽ ഡിസിഷൻ മുകളിലത്തെ പൊളിറ്റിക്കൽ ഡിസിഷൻ തന്നെ ആയിരിക്കും ഫൈനലി എടുക്കാൻ പോകുന്നത്. യെസ്.